Now we are going to do a problem in decimation-in-time fast Fourier transform. That is, commonly we call it as DIT FFT. Here it is given that x of n is 1, 2, 3, 4, 4, 3, 2, 1. It is the input sequence. We want to find out the DFT of this sequence using DIT FFT algorithm. Okay. From this you can see that the first point is x of 0, then x of 1 value, x of 0 value is 1, x of 1 value is 2, and like that x of 7 value is 1. Okay. So here you can see that it is an 8-point sequence. So we draw 8 horizontal lines. Okay, that is our first step. Then we need to write the input sequence here. Here you can see that first I wrote x of 0, but in the second sequence it is not x of 1. I wrote it as x of 4. Why? Because we are writing the bit reversed value. That is, what is the bits of 0? 0's bit is 0, 0, 0. If we reverse the bit, it is still 0, 0, 0. So the input x of 0 ne bit reverse ചെയ്താൽ നമുക്ക് 0, 0, 0 x of 0 തന്നെയാണ് കിട്ടുന്നത്. But in the second case, x of 1. What is the bits of x of 1? 1ൻ്റെ ബിറ്റ് എത്രയാണ്? 0, 0, 1 അല്ലേ? ഇതിനെ ബിറ്റ് റിവേഴ്സ് ചെയ്താൽ എന്താവും? 1, 0, 0. 1, 0, 0. 1, 0, 0 means what? X 4. So second one is x of 4 എഴുതണം. Similarly, 2. What is the bit of 2? 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 1, 0 അല്ലേ? അതിനെ ബിറ്റ് റിവേഴ്സ് ചെയ്താലും 0, 1, 0. 0, 1, 0. So x of 2. Like that ഞാൻ എൻ്റെ ഇൻപുട്ട് സീക്വൻസിനെ എല്ലാം തന്നെ ബിറ്റ് റിവേഴ്സ് ചെയ്തിട്ടായിരിക്കും ഇൻപുട്ടിൻ്റെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ നോക്കുക. എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ എത്രയാണ്? 1. ദെൻ എക്സ് ഓഫ് 4ൻ്റെ വാല്യൂ നോക്കുക. 0, 1, 2, 3, 4. എക്സ് ഓഫ് 4ൻ്റെ വാല്യൂ 4. എക്സ് ഓഫ് 2ൻ്റെ വാല്യൂ എത്രയാണ്? ഇത് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2. എക്സ് ഓഫ് 2ൻ്റെ വാല്യൂ 3. ലൈക്ക് ദാറ്റ് ഞാൻ എൻ്റെ ഇൻപുട്ട് സീക്വൻസ് എക്സ് ഓഫ് 7 വരെയുള്ള വാല്യൂസ് ആദ്യം ബിറ്റ് റിവേഴ്സ് ചെയ്ത് എഴുതി, എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഇൻപുട്ട് സീക്വൻസിൽ കൊടുത്തു. ഇനി DIT FFT അൽഗോരിതത്തിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വി ജസ്റ്റ് നീഡ് ടു ഡ്രോ ദി ബട്ടർഫ്ലൈ ഡയഗ്രാം. സോ ദിസ് ഫിഗർ ഈസ് കോൾഡ് as ദി ബട്ടർഫ്ലൈ ഡയഗ്രാം. അങ്ങനെ രണ്ട് പോയിൻ്റ് എടുത്തിട്ട് രണ്ട് ലൈൻസ് ജോയിൻ ചെയ്ത് ഞാൻ ആദ്യം 4 ബട്ടർഫ്ലൈ ഡയഗ്രാം വരച്ചു. ഓക്കെ, നൗ ഐ നീഡ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദിസ് പോയിൻറ്റ്, ദിസ് പോയിൻറ്റ്, this point, this point, this point, this point, this point, and this point. For that, first of all, ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ഈ ബട്ടർഫ്ലൈ ഡയഗ്രാമിൻ്റെ ടോപ്പ് പോർഷൻ ഒരു +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻഡ് ദി ബോട്ടം പോർഷൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഹിയർ ഓൾസോ +1, -1, +1, -1, +1, -1. Okay, then we need to multiply the twiddle factor also. So what is the twiddle factor? We commonly write the twiddle factor as W. Here it is an 8-point sequence അല്ലേ? 8 ഇൻപുട്ട് സീക്വൻസ് ഉണ്ട്. സോ എന്നിൻ്റെ വാല്യൂ, ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 8 ആണ്. ഓക്കെ, ട്വിഡിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻j2π/8. സോ ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? e⁻j2π/8 എന്നാണ്. സോ എനിക്ക് ഇതിൽ ഓരോ ബട്ടർഫ്ലൈ ഡയറക്റ്റിലും ട്വിഡിൽ ഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇൻപുട്ട് തുടങ്ങുന്ന ഭാഗം, ഈ ലൈനിൻ്റെ ഇൻപുട്ട് തുടങ്ങുന്ന ഭാഗത്ത് ട്വിഡിൽ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ 2-point DFT ആണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ W8 എന്ന് പറയുന്നത് 8 ഇൻപുട്ട് സീക്വൻസ് ഉണ്ടായിട്ടുണ്ട്, 0 കൊടുക്കുക. ഇവിടെ ഇതുപോലെ W80, ഹിയർ ഓൾസോ W80, ഹിയർ ഓൾസോ W80. എനിക്ക് ഇതിൻ്റെ വാല്യൂ കാണണം. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, ദിസ് പോയിൻ്റ് വാല്യൂ ഇസ് എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? ദിസ് 1 × 1 പ്ലസ് ഇനി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുള്ള വാല്യൂ, ദാറ്റ് ഈസ് ഇവിടുത്തെ വാല്യൂ 4 × ട്വിഡിൽ ഫാക്ടർ. W8 ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ് വാല്യൂ. സോ 4 × 1, 4. സോ 1 + 4, 5. So 5 is the value of this point. Similarly, I need to find the value of this point. Here you can see that this is the sum of
this value and this value. Okay, here what is the value? 1. 1. Okay, then ഇവിടുത്തെ വാല്യൂ നോക്കുക. 4 ഇൻറ്റു ട്വിഡിൽ ഫാക്ടറിൻ്റെ വാല്യൂ 1. 4 ഇൻറ്റു 1 4. 4 ഇൻറ്റു -1 -4. 1 -4. So -3 is the value of this point. Similarly നമുക്ക് ഇതുപോലത്തുള്ള എല്ലാ പോയിൻറ്റിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർ ദി പർപ്പസ് ഓഫ് ടൈം സേവിങ് ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വാല്യൂ 5, ഇവിടുത്തെ വാല്യൂ 1, then 5 -1, 5 and 3. Now the second stage is that we need to draw the ഈ രണ്ട് ഇത് 2 പോയിൻറ്റ് DFT അല്ലേ, ഈ രണ്ട് 2 പോയിൻറ്റ് DFTനെ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു 4 പോയിൻറ്റ് DFTs എടുക്കുക. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഒരു ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുകയാണ് ഞാൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ, ദെൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ. ദിസ് ഇസ് one butterfly diagram, and the second butterfly diagram from here to here and here to here. Similarly bottom portionൽ അതുപോലെ തന്നെ വരയ്ക്കുക. ഇവിടുന്ന്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കഴിഞ്ഞിട്ട് ഇവിടം വരെ, ഇവിടുന്ന് ഒരു ലൈൻ കഴിഞ്ഞിട്ട് ഇവിടം വരെ, പിന്നെ ഈ പോയിൻറ്റിന് ഇവിടുന്ന് ഇവിടം വരെ, ഈ പോയിൻറ്റിന് ഇവിടം വരെ. ഓക്കെ, നമ്മൾ പ്രീവിയസ് കേസിൽ ചെയ്ത പോലെ തന്നെ ഈ ബട്ടർഫ്ലൈ ഡയഗ്രത്തിൻ്റെ ടോപ്പ് പോർഷനിൽ ഞാൻ +1 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ബോട്ടം പോർഷൻ -1 കൊണ്ട്. ഇതാണ് ഈ ബട്ടർഫ്ലൈ ഡയഗ്രത്തിൻ്റെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് +1, ബോട്ടം പോർഷൻ -1. ഹിയർ +1 -1 +1 -1. ഓക്കെ, ഇനി ഇവിടെ ഇതുപോലെ ട്വിഡിൽ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. ട്വിഡിൽ ഫാക്ടർ എവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇതിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രത്തിൻ്റെ ഇവിടുത്തെ സ്റ്റാർട്ടിങ് പോയിന്റിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തത് W8 കൊണ്ടും രണ്ടാമത്തത് W8 കൊണ്ടുമാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സിമിലർലി നമുക്ക് താഴത്തെ 4 ഔട്ട്പുട്ട് എന്ന് പറയുന്നത് W8 0 W8 2. ഓക്കെ, ഞാൻ DIT FFT അൽഗോരിതത്തിൻ്റെ തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ whatever be the input sequence, we are dividing the length of input sequence into 2 half. ഈവൻ സീക്വൻസ് ആയിട്ടും ഓഡ് സീക്വൻസ് ആയിട്ടും തിരിക്കും. ഹിയർ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഞാൻ ഈവൻ ആൻഡ് ഓഡ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് 0 1 2 3 4 5 6 7ൽ 0 4 2 6 എന്നുള്ള ഫസ്റ്റ് ഈവൻ സീക്വൻസ് ആയിട്ട് തിരിച്ചു. പിന്നെ ഉള്ളത് ഓഡ് സീക്വൻസ് 1 5 3 7 എന്നുള്ള ഓഡ് സീക്വൻസ് ആയിട്ടും 2 ഹാഫ് ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ഓഫ്, ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 5 അല്ലേ, ദെൻ 5 × 1 5 പ്ലസ് പിന്നെ ഇവിടുന്ന് വരുന്ന വാല്യൂ 5 × ട്വിഡിൽ ഫാക്ടർ W8 വാല്യൂ 1 ആണ്. സോ 5 × 1 5 5 + 5 10. സിമിലർലി ഈ പോയിന്റ് കാണാം. ഈ പോയിന്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ദി സം ഓഫ് ദിസ് ആൻഡ് ദിസ്. ഇവിടുത്തെ വാല്യൂ എത്ര? -3 അല്ലേ, -3 ഇൻറ്റു ഇവിടെ വന്ന വാല്യൂ 1 ആണ്. 1 ഇൻറ്റു ട്വിഡിൽ ഫാക്ടർ W8 W8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് e⁻−j2π × 2/8. ദാറ്റ് ഈസ് e⁻π/2. ഓക്കെ, -j π/2, ദാറ്റ് ഈസ് cos π/2 - j sin π/2, which is equal to cos π/2 0 - j sin π/2 - j. ഓക്കെ, സോ W8ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -j ആണ്. സോ 1 × -j, that is -j, 3 - j. That is the value of this point. Similarly ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയുള്ള വാല്യൂ എത്രയാണ്? 5. ഓക്കെ, പിന്നെ ഇവിടുന്ന് വരുന്ന വാല്യൂ 5 × W8 എത്രയാണ്? 5 × 1 5 × -1, that is -5. സോ 5 - 5 0. ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുന്ന് വരുന്നതും ഇവിടുന്ന് വരുന്നതുമായിട്ടുള്ള സമം. ഇവിടുന്ന് വരുന്നത് -3 ആണ്. ഇനി ഇവിടുന്ന് വരുന്നത് എത്രയാണ്? 1 × ഇതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു -j. സോ -j × -1 + j.
സോ നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റിലെയും വാല്യൂ കണ്ടുപിടിക്കുക. സിമിലർലി നമ്മൾ ബോട്ടം പോർഷനിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വാല്യൂ എഴുതുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ 10 -1 -3j. ഓക്കെ, ദെൻ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0, ഇവിടുത്തെ വാല്യൂ -1 + 3j. ഇനി നമ്മുടെ തേർഡ് പോർഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 4 ആയിട്ട് കമ്പൈൻ ചെയ്തില്ല. ഇനി എൻറ്റയർ സീക്വൻസിൻ്റെയും കൂടെ DFT കാണാം. എൻറ്റയർ സീക്വൻസിൻ്റെയും കൂടെ DFT കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത സെറ്റ് ഓഫ് ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കണം. അതായത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ലൈൻ കഴിഞ്ഞിട്ടായിരിക്കണം നമ്മുടെ ബട്ടർഫ്ലൈ ഡയഗ്രാം എൻഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, 3 ലൈൻ കഴിയുക പറഞ്ഞാൽ 1 2 3 ഇവിടം വരെ ഉണ്ടാവും. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് ബട്ടർഫ്ലൈ ഡയഗ്രാം ഫ്രം ഹിയർ ടു ഹിയർ. ഇനി അടുത്ത ബട്ടർഫ്ലൈ ഡയഗ്രാം ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ്, ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് 3 ലൈൻ കഴിഞ്ഞിട്ട് നോക്കിയാൽ ഇവിടം വരെ, പിന്നെ ലാസ്റ്റ് ഇവിടുന്ന് ഇവിടം വരെ, ഹിയർ ടു ദിസ് പോയിന്റ്. ഓക്കെ, നമുക്കിനി ഓരോ പോയിന്റിലെയും വാല്യൂ കണ്ടുപിടിക്കാം. അവിടുത്തെ ഈ പോയിന്റിലെ വാല്യൂ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാനിക്കും? ഇവിടുന്ന് വരുന്ന പോയിന്റും പിന്നെ ഇവിടുന്ന് വരുന്ന പോയിന്റും. ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 10 പ്ലസ് ഇവിടുന്ന് വരുന്ന വാല്യൂ, ഇവിടുത്തെ ട്വിഡിൽ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്തില്ല. ഇവിടുത്തെ ട്വിഡിൽ ഫാക്ടർ എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രത്തിൻ്റെ ഇവിടെ W8 of 0, W81, W82, W83, അങ്ങനെ ട്വിഡിൽ ഫാക്ടറും ഓരോന്നിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണെങ്കിൽ 10 × W8 of 0, ദാറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. 10 × 1 10, സോ 10 + 10 20 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ഈ പോയിന്റിൽ വാല്യൂ കണ്ടുപിടിക്കാം. ഈ പോയിന്റിൽ വാല്യൂ എന്ന് പറയുന്നത് -3 - j പ്ലസ് എവിടെ നിന്ന് വരുന്ന വാല്യൂ ആണ്? -1 - 3j. അപ്പോൾ ഈ പോയിന്റിലെ വാല്യൂ കിട്ടും. സിമിലർലി നമുക്ക് എല്ലാ പോയിന്റിലെയും വാല്യൂ കിട്ടുക. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ X of 0, ദിസ് ഈസ് X of 1, X of 2, X of 3, X of 4, X of 5, X of 6, X of 7. അങ്ങനെ നമ്മുടെ ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് കൊടുത്താലും നമ്മുടെ ഔട്ട്പുട്ട് സീക്വൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ഓർഡറിൽ തന്നെ നമുക്ക് കിട്ടും. അതായത് X of 0, X of 1, X of 2, X of 3, X of 4, X of 5, X of 6, X of 7 എന്നുള്ള കറക്റ്റ് വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. യു ജസ്റ്റ് ഡു ദ പ്രോബ്ലം ആൻഡ് നമുക്ക് വാല്യൂസ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, then comes the DIF FFT algorithm. നമ്മുടെ സെയിം പ്രോസസ്സൊക്കെ തന്നെയാണ്. only difference is that നമ്മൾ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ 8 പോയിൻ്റ് ആണെങ്കിൽ 8 ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് നമ്മളിവിടെ ബിറ്റ് റിവേഴ്സ് ചെയ്യുന്നൊന്നുമില്ല. കറക്റ്റ് എന്ത് ഓർഡറിലാണോ തന്നിരിക്കുന്നത് അതേ ഓർഡറിൽ ഇൻപുട്ട് സീക്വൻസ് കൊടുക്കുക. X of 3, X of 4, X of 5, X of 6 and X of 7. ഓക്കെ, നൗ നമ്മൾ മറ്റേടത്ത് 2 ആണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ചെയ്യുന്നത്. നേരത്തെ ഇത് ആദ്യം കൊടുക്കുക, പിന്നെ ഇത്, പിന്നെ ഇത്. അതായത് ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുമ്പം ഫസ്റ്റ് ഇങ്ങനെയുള്ള ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കണം. എന്നിട്ട് ഫുൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ ഡയഗ്രാം ആൻഡ് തേർഡ് സെറ്റ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ ഡയഗ്രാം. മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും വരുന്നത്. X of 0 X of 4 ആയിരിക്കും അടുത്ത് വരുന്നത്. അടുത്ത X of 2, X of 6ൻ്റെ വാല്യൂ ആയിരിക്കും വരുന്നത്. അങ്ങനെ ബിറ്റ് റിവേഴ്സ്ഡ് ആയിട്ടുള്ള DFT വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ FFT is computing, it is a computational algorithm for calculating the DFT of the sequence. അതിന് 2 ടൈപ്പ് ഉണ്ട്. ഡിസ്ക്രീറ്റ് ഡെസിമേഷൻ ഇൻ ടൈം ഉണ്ട്, ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ഉണ്ട്. ഡെസിമേഷൻ ഇൻ ടൈം ആണെങ്കിൽ ബിറ്റ് റിവേഴ്സ് ചെയ്തിട്ടുള്ള ഇൻപുട്ട് ആയിരിക്കും കൊടുക്കുന്നത്. ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി ആണെങ്കിൽ സെയിം ഓർഡറിൽ തന്നെ കൊടുക്കുക, ബിറ്റ് റിവേഴ്സ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പ്ലീസ് ഡു ഇറ്റ് ആൻഡ് ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ് ദി ആൻസർ. ഞാൻ ഇതിൻ്റെ ഒരു PPT ഞാൻ അയച്ചു തരാം. സോ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ തന്നെയാണോ PPT ഉള്ളതെന്ന്. ഓക്കെ.